വാണിജ്യ പാചകവാതക വിലവർധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി മെയ് 6-ന് ഹോട്ടലുകൾ അടച്ചിടും. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം. വാണിജ്യ ഗ്യാസിന് 993 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചതോടെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഹോട്ടലുകളും ബേക്കറികളുമാണ്. 1200 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന് ഇപ്പോൾ 3300 രൂപ നൽകി വാങ്ങേണ്ട അവസ്ഥയിലാണ് ഉടമകൾ. കൊടും ചൂടിൽ പണിയെടുക്കുവാൻ തൊഴിലാളികളെയും കിട്ടാതായതോടെ പല ഹോട്ടലുകളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ലോൺ എടുത്തും കടമെടുത്തും കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് പുതിയ പ്രതിസന്ധി വ്യാപാരികളെ വലയ്ക്കുന്നത്. വില വളരെയധികം ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ്. ഇപ്പം പല സാധനങ്ങൾ തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായിരിക്കും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമുക്കിപ്പോൾ തൊഴിലാളി ക്ഷാമം വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ ഈ വിലയുടെ കൂടിയപ്പോഴത്തേക്ക് പല സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ലൈവായിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഇപ്പോൾ ഇല്ല. അങ്ങനെ വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന കൂടുതലും വിറകടുപ്പ്, പിന്നെ ഈ കഠിനമായ ചൂടത്തിപ്പോൾ വിറകടുപ്പിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല തൊഴിലാളികളും നമുക്ക് വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികൾ കിട്ടാനില്ല. അവർക്ക് ഈ ചൂടത്ത് ഇത്രയും ചൂടത്തൊന്ന് പണിയെടുക്കാനൊക്കെ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ ഗ്യാസ് ഇങ്ങനെ നമുക്ക് നല്ലൊരു ഫ്ലോ ആയിട്ട് നമുക്ക് ഒരു വില കുറഞ്ഞ് കിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യവസായം വളരെയധികം നഷ്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ വില ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ പല ഘട്ടങ്ങളിലായിട്ട് പല സാധനങ്ങൾ അടഞ്ഞ് നമുക്ക് പൂർണ്ണമായിട്ടും അടഞ്ഞിടേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകും എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ലോണൊക്കെ എടുത്തും ഓടിയൊക്കെ എടുത്തിട്ടാണല്ലോ നമ്മൾ ബിസിനസ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പറഞ്ഞില്ലേ, നമ്മൾ ഇറക്കുന്നതിൻ്റെ ഒരു തിരിച്ച് നമുക്കൊരു വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ലാഭകരമായിട്ട് കിട്ടണമല്ലോ. ഇതിപ്പോൾ നമുക്ക് വളരെ ഒരു സാധനം പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് കോസ്റ്റ് വളരെ കൂടുതലായിട്ട് വന്നിരിക്കുക. അപ്പോൾ പല സാധനങ്ങൾക്കും നിർബന്ധിതരാകും നമ്മൾ വില കൂട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കച്ചവടം സ്വാഭാവികമായിട്ടും കുറഞ്ഞു വരും. വിലവർധനയിൽ പ്രതിഷേധിച്ച് ഹോട്ടലുകളുടെ മുന്നിൽ ഗ്യാസ് സിലിണ്ടറിന് മുകളിൽ എങ്ങനെ താങ്ങും ഈ തീവില എന്ന് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം രൂക്ഷമായ ഗ്യാസ് ക്ഷാമം നേരിട്ടപ്പോൾ പല ഹോട്ടലുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്നു. തൊട്ടുപിന്നാലെ വിലവർധനയും വന്നതോടെ ഹോട്ടൽ ഉടമകൾക്ക് ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന അവസ്ഥയിലാണ്. എങ്കിലും പരമാവധി വില കൂട്ടാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് ഓരോ ഹോട്ടലുകളും. പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മെയ് 6-ന് സംസ്ഥാനത്തുടനീളം ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ ഇനി തെരുവിലിറങ്ങേണ്ട ഗതികളാണ്. ഒട്ടനവധി തൊഴിലാളികളുമായി ഒന്നാമത് ഇവിടെ തൊഴിലാളി പ്രശ്നം അതിരൂക്ഷമാണ്. എന്ത് വേണം ചെയ്ത് തന്നെ ഇപ്പം ഈ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലെ കാര്യങ്ങൾ കൊണ്ടുപോകുക. അതുകൊണ്ട് ഞങ്ങൾ യാതൊരു കാരണവശാലും ഇനി അടങ്ങിയിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി വിലവർധനമല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു വഴിയില്ല. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഈ പറയുന്ന കണക്ക് സാമൂഹ്യ ബന്ധങ്ങൾ ഉള്ളവരാണ്. നമ്മൾ വില വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് നമ്മളും വില കയറ്റിയാൽ ഞങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. നമ്മൾ വില കയറ്റിയാൽ അത് സാധാരണ ജനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭാരമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് നിരവധി പ്രാവശ്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചതിന് ശേഷമാണ് ഞങ്ങൾ 1, 2, 3 രൂപ ഇതിന്റെ പുറത്ത് കേൾക്കുന്നത്. എങ്കിൽ തന്നെ നമുക്കൊരു കണക്ക് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ 1112 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന സിലിണ്ടറിന് അന്ന് 10 രൂപയ്ക്കാണ് ഞങ്ങൾ ഇവിടെ ചായ കൊടുത്തിരുന്നത്. ഇന്നത് 3115 രൂപയ്ക്ക് മേടിക്കുന്ന ഈ ഗ്യാസിന് എത്ര രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കാൻ പറ്റും? വരുന്ന കസ്റ്റമറോട് ഞങ്ങൾ എന്താണ് പറയുന്നത്? ആ അവസ്ഥയിലെ കാര്യങ്ങൾ പോവുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്ന ഇനിയിപ്പം യൂണിറ്റ് അടിസ്ഥാനത്തിലും അത് കഴിഞ്ഞ് ജില്ലാ അടിസ്ഥാനത്തിലും ഞങ്ങളുടെ സമരങ്ങൾ വ്യാപിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞാൽ 6-ാം തീയതി സംസ്ഥാനത്തൊട്ടേക്ക് ഈ ഞങ്ങളുടെ പ്രതിഷേധം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമര പരിപാടികൾക്ക് ഞങ്ങൾ രൂപം കൊടുക്കുന്നു. അതൊരു സൂചനയായിട്ടാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ അനിശ്ചിത കാലത്തേക്ക് ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അനിശ്ചിത കാലത്തേക്ക് തന്നെ ഞങ്ങൾ ഈ പ്രസ്ഥാനങ്ങളെല്ലാം അടച്ചിടും എന്നുള്ളത് ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. ആശുപത്രികൾക്ക് സമീപമുള്ള ഭക്ഷണശാലകൾ അടയുന്നതിലൂടെ ആശുപത്രികളിലുള്ള രോഗികളെയും ബന്ധുക്കളെയും സാരമായി ബാധിക്കും. വിലവർധനയിൽ സർക്കാർ തീരുമാനം കാത്തിരിക്കുകയാണ് വ്യാപാരികൾ. അനുകൂലമല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുവാനാണ് തീരുമാനം.